വിശ്വവിദ്യാലയം എന്നാണ് ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ പേര്. ഈ വിദ്യാലയത്തിന്റെ മുഖ്യ ആസ്ഥാനം രാജസ്ഥാൻ മൗണ്ട് അബുവിലാണ്. 1936 ഈ സ്ഥാപനം തുടങ്ങുന്നത്. പ്രജാപിത ബ്രഹ്മ എന്ന മാധ്യമത്തിലൂടെയാണ് ഭഗവാൻ നമുക്ക് ഈ അറിവെല്ലാം തന്നിരിക്കുന്നത്. ഇവിടെ ആധ്യാത്മികമായ അറിവും രാജയോഗ ധ്യാനമാണ് പഠിപ്പിക്കുന്നത്. സൗജന്യ കോഴ്സുകളാണ്. ഡെയിലി 1 മണിക്കൂർ വീതമുള്ള സൗജന്യ കോഴ്സുകളാണ്. പിന്നെ 7 ദിവസത്തെ കോഴ്സിന് ശേഷവും ഡെയിലി 1 മണിക്കൂർ വീതം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ബ്രഹ്മകുമാരീസിന് ഐക്യരാഷ്ട്രസഭയിൽ അംഗീകാരം ഉള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാലയത്തിന് 20 വിഭാഗങ്ങളുണ്ട്. ഓരോരോ വിഭാഗങ്ങളുടെ സമ്മേളനങ്ങളും രാജസ്ഥാൻ മൗണ്ട് അബു ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇവിടെ സൗജന്യമായിട്ടുള്ള ആധ്യാത്മികമായ അറിവും രാജയോഗ ധ്യാനവുമാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ധ്യാനമാണ്. മനസ്സിന്റെ ശക്തി വീണ്ടെടുക്കാനും ഏകാഗ്രത കൊണ്ടുവരാനും മനുഷ്യന്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ഒരു മാനസികപരമായിട്ട് വൈകല്യമുള്ള ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ കൂടി അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ബേസിക് കോഴ്സുകൾ എടുക്കും. അതിൽ നമ്മൾ സ്വയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൂല്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ട്. പിന്നെ നമ്മളെല്ലാവരും എവിടുന്ന് വന്നു, എവിടേക്ക് നമുക്ക് തിരിച്ചു പോകണ്ടേ എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വിളിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഈശ്വരന്റെ പരിചയം. എല്ലാ മതസ്ഥരും പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ പ്രകാശമായിട്ടാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ ആ പരമാത്മാ ജ്യോതിയിലേക്ക് ഏകാഗ്രമാക്കുന്നതിനുള്ള ധ്യാന മുറകളാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ മനസ്സിന് നല്ല ചിന്തകൾ കൊടുക്കും തോറും മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ ശുദ്ധിയും വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തിലും ശുദ്ധി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സംസ്കാരം ദൈവിക സംസ്കാരമാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സൈക്കോളജിക്കൽ ഡിസീസ് ഉള്ള ഒരു കക്ഷിയെ എങ്ങനെ ഈ ധ്യാനത്തിനകത്തൂടെ മാറ്റിയെടുക്കാൻ പറ്റും? അതിലൂടെ നമുക്ക് സാധിക്കും. ഇത് യോഗയാണോ അതോ പിന്നെ മറ്റുള്ള മെഡിറ്റേഷൻ മാത്രമാണ്? മനസ്സിന്റെ ഏകാഗ്രതയ്ക്കുള്ള ധ്യാനമാണ്. ആരാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ് എടുക്കുന്നത്. ശരി. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊടുക്കുകയാണ്. അപ്പൊ അത് എവിടുന്ന് കിട്ടും? ഈ ആധ്യാത്മികമായ അറിവിലൂടെ നമുക്കത് കിട്ടത്തുള്ളൂ. ഈ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇട പിങ്കള നാഡി വഴി ശ്വാസം തലച്ചോറിൽ സഹസ്രദള പത്മത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം നമുക്കുണ്ടാവും. ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാവും. ഈശ്വരീയ ഗുണങ്ങളുടെ അനുഭവം നമുക്കുണ്ടാവും. അതിന്റെ എല്ലാം വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിനും കിട്ടും. എല്ലാ ചക്രങ്ങൾക്കും ലഭിക്കും. 7 ആത്മാവിൽ 7 ഗുണങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ആത്മചൈതന്യങ്ങളാണ്. ആരെയും നശിക്കുന്ന ദേഹമോ പേരോ ജോലിയോ അല്ല. ഈ 7 ചക്രങ്ങൾ ഏതൊക്കെയാണ്? അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അനാഥ ചക്രം, മൂലാധാരം, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഏതോ 7 ചക്രങ്ങൾ നമ്മുടെ ശരീരമായിട്ട് 7 ഗുണങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ മൂലാധാരത്തിലിരിക്കുന്ന ദേവി ഏതാ? അത് ശക്തിയാണ്. അപ്പൊ നമ്മൾ ഈ മൂലാധാരത്തിലിരിക്കുന്ന ശക്തിയെ നമ്മൾ ഉദ്ദീപിച്ച് സഹസ്രദള പത്മത്തിൽ എത്തിക്കണമെങ്കിൽ ഏത് യോഗയാ ചെയ്യേണ്ടത്? നമ്മുടെ മെഡിറ്റേഷൻ രാജയോഗ ധ്യാനമാണ് അതിന് ഏറ്റവും ഉത്തമമായത്. അതായത് മനസ്സിനെ ഈ നമ്മുടെ തിരുനെറ്റിക്കുള്ളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. തിരുനെറ്റിക്കുള്ളിൽ ഇരിക്കുന്ന ആ അജ്ഞാചക്രത്തിൽ വസിക്കുന്നത് ആത്മചൈതന്യമാണ്. ആത്മാവാകുന്ന രാജാവാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക്. ആത്മാവിനെ ശക്തിശാലിയാക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളില് ആത്മീയ ഗുണങ്ങളും ശക്തികളും എല്ലാം നിറയും. അതെ, അത് ദേവി ചെന്ന് സഹസ്രദള പത്മത്തിൽ ലയിച്ചു കഴിയാൻ നേരത്ത് അവിടുന്ന് ഒരു രസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അതേ രസം ഏതാ? സുഖത്തിന്റെയാണ് അനുഭവം. ആ രസം താഴോട്ട് വരാൻ നേരത്ത്, നമ്മുടെ നെഞ്ചത്ത് വരാൻ നേരത്ത്, നെഞ്ചത്തിന് താഴോട്ട് വരാൻ നേരത്ത് അഗ്നി അതിനെ പിന്നെ വിഴുങ്ങുന്നത്. അന്നേരം നമ്മുടെ ആ രസം പ്രയോജനമില്ലാതെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങൾ നിറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിന്റെ അറിവുകൾ ആർജിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാളും പ്രധാനം നമ്മുടെ ആത്മീയ അറിവ് ആർജിക്കുക എന്നുള്ളതാണ്. സെൽഫിനെ തിരിച്ചറിയുക, നമ്മളെ തിരിച്ചറിയുക, ആത്മാവിനെ ശക്തിശാലിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആത്മാവിന്റെ വൈബ്രേഷൻ ആണ് ശരീരത്തിലേക്ക് പോകുന്നത്. അല്ല ശരീരത്തിന്റെ വൈബ്രേഷൻ അല്ല ആത്മാവിന് കിട്ടുന്നത്. ആത്മാവാണ് ചൈതന്യം. അപ്പൊ ഈ രസം താഴോട്ട് വരുന്ന സമയത്ത് ഈ രസത്തിന് നമ്മുടെ ശരീരത്തിന് ക്ലിയർ ആക്കേണ്ട, അതായത് ഒരു അമൃത പോലത്തെ ഉള്ള ഒരു ദ്രാവകമായി വരുന്നത്. ഈ ദ്രാവകം വരുന്ന സമയത്ത് നമ്മുടെ അഗ്നിമണ്ഡലമായിരിക്കുന്ന വയറ്റിനകത്ത് വരാൻ നേരത്ത് അത് ആഹരിച്ചു കഴിയുന്നതിന്റെ ഫലമായിട്ട് ആ പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ആഹരിക്കാതിരിക്കേണ്ട വഴിക്കേണ്ടി ഒരു ശീർഷാസനം ചെയ്യാൻ നേരത്ത് മുകളിൽ നിന്ന് താഴോട്ട് വരാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല. അതല്ലേ നല്ലത്? ചെയ്യാം. അത് ശരീരത്തിന്റെ യോഗാസനങ്ങളിൽ അതൊക്കെ വരും.
ഇവിടെ നമ്മള് മനസ്സിന്റെ ശക്തി വീണ്ടെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ശരി. മനസ്സ് ശക്തിശാലിയാണെങ്കിൽ നമ്മുടെ ജീവിതം നേരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ശരി. സുഖവും ശാന്തി ആനന്ദവും നിറസാക്കി മാറ്റാൻ പറ്റുമോ. നമ്മുടെ ലക്ഷ്യം തന്നെ അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ, അത് ഓരോ സ്ത്രീയിലും പുരുഷനിലും ആ ദൈവിക ലക്ഷണങ്ങൾ നിറയണം, ഗുണങ്ങളും ശക്തികളും മൂല്യങ്ങളും നിറയണം. അത് തിരിച്ചു വരുമ്പോഴാണ് ഭൂമി വൈകുണ്ഠം സ്വർഗം എന്നൊക്കെ പറയുന്നത്. അതായത് ഇവിടെ വന്ന് മെഡിറ്റേഷന് ഹാജരാവുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേക ഫീസ് ഈടാക്കുന്നുണ്ടോ? ഇല്ല, സൗജന്യ കോഴ്സുകളാണ്. എത്ര മാസത്തെ കോഴ്സാ? ഡെയിലി ക്ലാസ് ഉണ്ട്. ഡെയിലി ക്ലാസ് എത്ര സമയത്താണ് ക്ലാസ്? ബേസിക് ആയിട്ട് 7 ദിവസം ഉണ്ട്, പിന്നെ ഡെയിലി ആയിട്ട് അതിന്റെ അഡ്വാൻസ് കോഴ്സും ഉണ്ട്. എന്നിട്ട് ഇവർ പഠിച്ചതിന് ശേഷം വീട്ടിൽ ചെന്നിരുന്ന് അഭ്യാസം ചെയ്താൽ മതിയല്ലോ. എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ശരി, വളരെ നല്ലത്. ഇത്രയും മധ്യമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നതെന്തിനാ? റീഫ്രഷ് ആകാൻ വേണ്ടി. ആത്മാവിനെ ശക്തിശാലിയാക്കുക, മനസ്സിനെ റീഫ്രഷ് ആക്കുക, ബുദ്ധിയെ റീഫ്രഷ് ആക്കുക. ഇത് ധ്യാനത്തിന്റെ മുറിയാണ്. ബാബയെ ഓർമ്മിക്കണം, ആസ്തിയെ ഓർമ്മിക്കണം, പരമാത്മാവാകുന്ന അച്ഛനെ ഓർമ്മിക്കണം, അതുപോലെ വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗമാകുന്ന ആസ്തി സമ്പത്തും ഓർമ്മ വേണം. അടുത്ത ചോദ്യം ഇതാണ്: ബുദ്ധിശാലി കുട്ടികളുടെ മുഖ്യ അടയാളം എന്താണ്? ഉത്തരം: ബുദ്ധിശാലി കുട്ടികൾ എങ്ങനെ ഇരിക്കും? അപാര സന്തോഷത്തിലിരിക്കും. അഥവാ സന്തോഷം ഇല്ലെങ്കിലേ ബുദ്ധുസാന്ന് പറയും. വിവേകശാലിയാർന്ന പവിഴ ബുദ്ധി. ഭഗവാന്റെ അറിവെടുക്കും തോറും നമ്മൾ ആ ദൈവിക ഗുണങ്ങളും ശക്തികളെല്ലാം നിറയുകയാണ്, ബുദ്ധി ശുദ്ധമായി മാറുകയാണ്. അതാ പറഞ്ഞത്, ബുദ്ധിശാലിയാർന്ന പവിഴ ബുദ്ധി ആകുന്നത്. അവർ മറ്റുള്ളവരെ പവിഴ